ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റ് അതിലെ ഒരു പാഠഭാഗമാണ് ആശംസ. പാഠഭാഗവും പഠന പ്രവർത്തനങ്ങളും നമുക്ക് നോക്കാം. ഒപ്പം ഇംഗ്ലീഷിലെ 5ാമത്തെ ചാപ്റ്റർ ഓണസ്റ്റി പേസ്, അതിന്റെ മലയാളത്തിലുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ ഐ ബട്ടണായിട്ട് ടീച്ചർ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നോക്കാം. ആശംസ. പി മധുസൂദനന്റെ ഞാനിവിടെയുണ്ട് എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ്. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ, അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും അലിവായി പടരട്ടെ, അവരുടെ ഹൃദയം നിങ്ങളുടേതിനും ഒത്തുമിടിക്കട്ടെ, അവരുടെ ശബ്ദം നിങ്ങളുടേതിനും ഒത്തുമുഴങ്ങട്ടെ, നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ, കാലത്തിന്റെ ഇരുട്ടിൽ ജീവിത വെട്ടം നിറയട്ടെ. നമ്മുടെ ചിരി മറ്റുള്ളവരിലേക്കും പകരാൻ കഴിയണമല്ലേ? മറ്റുള്ളവരുടെ നോവുകൾ നമുക്കുള്ളിലും അലിവായിട്ട് മാറണം. അതുപോലെ നമ്മളുടെ ഹൃദയത്തോടൊപ്പം അവരെയും ചേർത്ത് നിർത്തണം. അവരുടെ ശബ്ദം നിങ്ങളുടെ ശബ്ദവും ഒത്തുമുഴങ്ങണം. എല്ലാ പരിഭവങ്ങളും ഇല്ലാതായി കാലത്തിന്റെ ഇരുട്ടിൽ ജീവിത വെട്ടം നിറയട്ടെ എന്നാണ് കവി ഇവിടെ പറയുന്നത്. നമുക്ക് പാഠഭാഗത്തിലെ ഓരോ ചോദ്യങ്ങളായി നോക്കാം. കവിത താളം പിടിച്ചു ചൊല്ലൂ. അപ്പോൾ കവിത നിങ്ങൾ എല്ലാവരും ചേർന്ന് താളം ഇട്ട് ചൊല്ലുക. എന്തെല്ലാമാണ് കവി ആശംസിക്കുന്നത്? കവിതയിൽ നമ്മൾ കണ്ടത്? നമുക്ക് എഴുതാം. നമ്മളോടൊപ്പം മറ്റുള്ളവർക്കും സന്തോഷിക്കാൻ കഴിയട്ടെ, മറ്റുള്ളവരുടെ വേദനകളിൽ നമുക്ക് അലിവുണ്ടാകട്ടെ, മറ്റുള്ളവരുടെ ഹൃദയത്തോടൊപ്പം നമ്മുടെ ഹൃദയവും ഇടിക്കട്ടെ, നമ്മുടെ ശബ്ദത്തോടൊപ്പം മറ്റുള്ളവരുടെ ശബ്ദവും ഉയർന്നു മുഴങ്ങട്ടെ, നമുക്കിടയിലെ പരിഭവം ഇല്ലാതാകട്ടെ, ഇരുട്ടു നിറഞ്ഞവരുടെ ജീവിതത്തിൽ എന്നും പ്രകാശം നിറയട്ടെ. അടുത്ത ചോദ്യം, ഇതിൽ പറഞ്ഞിട്ടുള്ള ആശംസകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കൂ. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അത് എഴുതാവുന്നതാണ്. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ, കാലത്തിന്റെ ഇരുട്ടിൽ ജീവിത വെട്ടം നിറയട്ടെ. നിങ്ങളോടൊപ്പം എല്ലാവരും ഒത്തുചിരിക്കട്ടെ, അതുപോലെ കാലത്തിന്റെ ഇരുട്ടിൽ പെട്ടവരെല്ലാം ജീവിതത്തിൽ വെളിച്ചം നിറയട്ടെ, ഇരുട്ട് മാറി വെളിച്ചം നിറയട്ടെ. അതാണ് എനിക്കിഷ്ടപ്പെട്ട വരികൾ. അടുത്ത ചോദ്യം നോക്കാം. സ്വന്തമായി ചില ആശംസാവാക്യങ്ങൾ എഴുതി നോക്കൂ, ക്ലാസ്സിൽ അവതരിപ്പിക്കൂ, ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എഴുതാം. എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും നിറയട്ടെ, നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകട്ടെ, എല്ലാവരുടെയും ഭാവി ഉജ്ജ്വലമായിരിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും കുട്ടികളെ പോലെ സന്തോഷിക്കാൻ കഴിയട്ടെ. ഇത് അവതരിപ്പിച്ച് ക്ലാസ്സിൽ നിങ്ങൾ ചർച്ച ചെയ്യണം. അടുത്ത ചോദ്യം നോക്കാം. കവിതയിലെ ഏതെല്ലാം വാക്കുകൾക്ക് പകരം അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിക്കാം? കവിതയുടെ താളം തെറ്റാതെ നോക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എഴുതാം. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം പുഞ്ചിരി തൂകട്ടെ, അവരുടെ വേദന നിങ്ങൾക്കുള്ളിൽ കനിവായി പടരട്ടെ, അവരുടെ നാദം നിങ്ങളുടേതിനും ഒത്തുമുഴങ്ങട്ടെ, നിങ്ങൾ കരുതിയ നീരസമെല്ലാം ഇല്ലാതാകട്ടെ, കാലത്തിന്റെ തമസിൽ ജീവിത വെളിച്ചം നിറയട്ടെ. ഇവിടെ വാക്കുകളിൽ വന്ന മാറ്റം കണ്ടോ? മന്ദഹാസം പുഞ്ചിരി, നോവ് വേദനയായി, അലിവായി കനിവായി, ശബ്ദത്തിന് പകരം നാദം എന്നുപയോഗിച്ചു. നീരസം, അവിടെ എന്തായിരുന്നു? നീരസത്തിന് പകരം പരിഭവം എന്നായിരുന്നു അല്ലേ? അതുപോലെ തമസ്, അവിടെ ഇരുട്ടായിരുന്നു, അപ്പോൾ നമ്മൾ തമസ് എന്നുപയോഗിച്ചു. ഇങ്ങനെ നിങ്ങൾക്കും മാറ്റി എഴുതാം. അടുത്ത പേജ് നോക്കിയ ഒരു പോസ്റ്ററാണ്. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്നവിടെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ കാണുന്നത് എന്താണ്? കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നു. അത് കണ്ടുകൊണ്ട് ഒരു അച്ഛൻ അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. ആ അച്ഛന്റെ മകൾ അവിടെ മതിലിൽ എത്തിപ്പിടിച്ച് കുട്ടികളുടെ കളി കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പോസ്റ്റർ കാണുന്നത്. പോസ്റ്റർ പരിശോധിക്കൂ, എന്തെല്ലാം കാണുന്നുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് എഴുതാം. ഒരു വലിയ പറമ്പിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ചേർന്ന് ക്രിക്കറ്റ് കളിക്കുന്നു. പറമ്പിനോട് ചേർന്ന് ഒരു മതിൽ കാണാം. കുട്ടികൾ കളിക്കുന്ന ശബ്ദം കേട്ട് മതിലിനപ്പുറത്തു നിന്ന് ഒരു പെൺകുട്ടി മതിലിൽ പിടിച്ചു നിന്ന് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് എത്തി നോക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് കുട്ടിയുടെ അച്ഛൻ അവിടെ കസേരയിൽ ഇരിക്കുന്നു. ഇനി അവിടെ ഒരു പോസ്റ്ററും കൂടി നമുക്ക് കാണാം. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്ന് തന്നെയാണ് അവിടെയും എഴുതിയിരിക്കുന്നത് അല്ലെ? എല്ലാവരും ഒരുമിച്ച് ചിരിക്കട്ടെ, പുഞ്ചിരി തൂകട്ടെ. പക്ഷേ മറ്റേ പോസ്റ്ററിൽ നിന്നും വ്യത്യാസം എന്താണ്? ഇവിടെ അച്ഛൻ എണിച്ചിട്ട് കസേരയിൽ മകളെ കയറ്റി നിർത്തി കളി കാണിക്കുന്നുണ്ട്. ഒപ്പം അച്ഛൻ കരുതലോടെ മകളെ പിടിച്ചിട്ടുമുണ്ട് കസേരയിൽ നിന്ന് വീഴാതിരിക്കാൻ വേണ്ടി. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നോക്കാം. 2 പോസ്റ്ററുകൾ കണ്ടല്ലോ, ഇതിൽ മികച്ച പോസ്റ്റർ ഏതാണ്? എന്തുകൊണ്ട്? പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾക്ക് ഏതാണ് മികച്ച പോസ്റ്റർ എന്ന് തോന്നിയത്? രണ്ടാമത്തേതാണ് അല്ലേ? ഇതിൽ മികച്ച പോസ്റ്റർ രണ്ടാമത്തേതാണ്. കാരണം മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്നുള്ള ആശയം അനർത്ഥമാക്കുന്ന രീതിയിലാണ് രണ്ടാമത്തെ പോസ്റ്ററിന്റെ ചിത്രീകരണം. ഒന്നാമത്തെ ചിത്രത്തിലെ ചിത്രവും ആശയവും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് അച്ഛൻ കസേരയിലിരുന്ന് കണ്ട് ആസ്വദിക്കുമ്പോൾ കുട്ടി മതിൽ വലിഞ്ഞു പിടിച്ചു നിന്നാണ് എത്തി നോക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ കുട്ടിയെ ആരും സഹായിക്കുന്നില്ല. രണ്ടാമത്തെ ചിത്രത്തിൽ അച്ഛൻ കുട്ടിയെ കസേരയിൽ നിർത്തി തന്നോടൊപ്പം കളി കാണാനും ആസ്വദിക്കാനും അവസരം നൽകുന്നു. അതോടൊപ്പം തന്നെ കുട്ടി വീഴാതിരിക്കാൻ വേണ്ടി കരുതലോടെ പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നല്ല പോസ്റ്റർ. ഏത്? രണ്ടാമത്തേതാണ് നല്ല പോസ്റ്റർ. അടുത്ത ചോദ്യം നോക്കാം. നല്ലൊരു പോസ്റ്ററിന് എന്തെല്ലാം പ്രത്യേകതകൾ വേണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ചർച്ച ചെയ്യൂ. നിങ്ങളും പോസ്റ്ററുകൾ ഉണ്ടാക്കി കാണുമല്ലോ. ക്ലാസ്സിൽ പല വിഷയങ്ങൾക്കും പോസ്റ്ററുകൾ തയ്യാറാക്കി കാണും. എന്തൊക്കെ വേണം? ആശയം വ്യക്തമാകുന്ന തരത്തിലായിരിക്കണം ചിത്രീകരണവും മുഖ്യവാചകങ്ങളും. കാണുന്നവരുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്യണം. പോസ്റ്ററിലെ ചിത്രങ്ങളും ആശയങ്ങളും തമ്മിൽ പൊരുത്തപ്പെടണം. ഹ്രസ്വവും ആകർഷണീയവുമായിരിക്കണം വാക്യങ്ങൾ. പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് ദൂരെ നിന്ന് കാണുന്ന ഒരാൾക്ക് പോലും വായിക്കാൻ കഴിയണം. എല്ലാവരെയും ആകർഷിക്കുന്ന നിറങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു വേണം ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ. ഇനി അവിടെ ഒരു ചോദ്യം കൂടിയുണ്ട്. നേരത്തെ തയ്യാറാക്കിയ ആശംസാവാക്യം ഉൾക്കൊള്ളിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. പോസ്റ്ററിൽ യോജിച്ച ചിത്രങ്ങൾ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മൾ ആശംസാവാക്യങ്ങൾ കുറെ ഉണ്ടാക്കിയായിരുന്നു അല്ലേ? എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം, അങ്ങനെ കുറച്ച് ആശംസാവാക്യങ്ങൾ ഉണ്ടാക്കി. അതിന് ചേരുന്ന തരത്തിലുള്ള ചിത്രങ്ങളും വരച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോസ്റ്ററിന്റെ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് തന്നെ ഒരു നല്ല പോസ്റ്റർ തയ്യാറാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ ചോദ്യങ്ങളും നോക്കിക്കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗവുമായി കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.